സോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ മാളിൽ പോയത്. സോപ്പ് ഒഴിവാക്കി ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയ. ഞങ്ങൾക്ക് അങ്ങനത്തെ അബദ്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട് കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഓരോ സംഭവങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. കുക്കർ എടുത്ത് നോക്കുമ്പോൾ കുക്കറിന് മൂടയില്ല. രണ്ടാമത്തെ കുക്കർ എടുത്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പുട്ടുംകുറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഈ കുക്കറിന്റെ മൂട എവിടെ പോയിന്ന് ഒരുപാട് തപ്പി നോക്കിയേ, വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ കുക്കറിന് മൂടയില്ല എന്നുള്ളത് മനസ്സിലായി. പണ്ടൊരു പുട്ടുംകുറ്റി വാങ്ങിച്ചിട്ട് അതിന്റെ സൈഡിൽ കൂടെ മൊത്തം ഏറും പോവുമായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഇതും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സെയിം സംഭവം കേട്ടോ. ഒരു തുള്ളി പോലും പുക ഉള്ളിലേക്ക് വരുന്നില്ല, സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി വാളിയെന്ന് മനസ്സിലായേ. എപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഇത് തന്നെ കേട്ടോ ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ രണ്ടെണ്ണം ഫെയിലായി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കെറ്റിലിനാണെങ്കിൽ തുത്തനാണെങ്കിൽ നീട്ടവും കുറവ്. പിന്നെ അത് മാറ്റണ്ടെന്ന് വിചാരിച്ചത് തലേ വെച്ചിട്ട് വെള്ളം ചൂടാക്കി വെള്ളം കുടിക്കുക, ആ ഒരു തീരുമാനം എടുത്തേ. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുങ്ങി കെട്ടി പോവുക കേട്ടോ. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോവുകയാണ്. ഇനി അവിടെ ചെന്ന് എന്താ സ്ഥിതി എന്ന് അറിയത്തില്ലല്ലോ. പോണ വഴിക്ക് എന്നും പണി കിട്ടാറുണ്ട്. ട്രെയിൻ വന്നു പിടിച്ചിട്ട് കുറേ നേരം ഇവരവിടെ നിന്നും എല്ലാം അവിടെ എത്തി. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് കുഴപ്പമില്ല കേട്ടോ, മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് കുക്കറിന് വേഗം അടപ്പൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വേഗം സെറ്റാക്കി തന്നു. പുട്ടുംകുറ്റി വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. ഇനിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായം